ആട് ഫ്രാഞ്ചൈസിലെ അവസാന ഭാഗത്തിന്റെ ചിത്രീകരണം ഉടൻ ആരംഭിക്കുമെന്ന് സംവിധായകൻ മിഥുൻ മാനുവൽ തോമസ്. 4ാം ഭാഗത്തോടെ ആട് ഫ്രാഞ്ചൈസി അവസാനിക്കുമെന്നും എന്നാൽ സ്പിൻ ഓഫ് സിനിമകൾ ഉണ്ടാകുമെന്നും മിഥുൻ മാനുവൽ തോമസ് പറഞ്ഞു. റിലീസിന്റെ 1ാം ആഴ്ചയിൽ മികച്ച പ്രേക്ഷക പിന്തുണയോടെ ബോക്സ് ഓഫീസിൽ തേരോട്ടം തുടരുകയാണ് ആട് 3. മലയാള സിനിമാ ചരിത്രത്തിലെ 2ാം ആഴ്ചയിലെ ഏറ്റവും മികച്ച എയിന്റ് ക്രോസുമായി ആട് 3യുടെ 1ാം ഭാഗം മുന്നേറുമ്പോഴാണ് സംവിധായകൻ മിഥുൻ മാനുവൽ തോമസ് ഫ്രാഞ്ചൈസിയെ സംബന്ധിച്ച നിർണായക പ്രഖ്യാപനവുമായി എത്തിയത്. ആട് 3യുടെ 2ാം ഭാഗത്തോടെ ഫ്രാഞ്ചൈസി അവസാനിക്കുമെന്ന് പ്രഖ്യാപിച്ച മിഥുൻ, കാലാവസ്ഥ അനുകൂലമായാൽ ചിത്രീകരണം ഉടൻ ആരംഭിക്കുമെന്നും പറഞ്ഞു. എപ്പിക് കൺക്ലൂഷനായി എത്തുന്ന ചിത്രത്തിൽ ആട് 1 മുതലുള്ള എല്ലാ കഥാപാത്രങ്ങളെയും സ്ക്രീനിലെത്തിക്കാൻ ശ്രമിക്കുമെന്നും സംവിധായകൻ പറഞ്ഞു. എഴുത്ത് പൂർത്തിയായ ശേഷം വായിച്ചു നോക്കുമ്പോഴാണ് അയ്യോ ഇന്ന ആൾക്കാരില്ലല്ലോ എന്ന് ഞാൻ ചിലപ്പം ആലോചിക്കാറുള്ളത്. ഇനി പറയാൻ പറ്റില്ല, അടുത്തൊരു എപ്പിക് കൺക്ലൂഷൻ വരുമ്പോൾ ഇവരെല്ലാവരുടെയും, കാരണം നമ്മുടെ ഫ്രാഞ്ചൈസ് തുടങ്ങുമ്പോൾ ആളുകളല്ലേ, എല്ലാവർക്കും ഒരു കൺക്ലൂഷൻ കൊടുക്കണം എന്നാണ് ആഗ്രഹം. അതും ഇനി സ്ക്രിപ്റ്റ് എഴുതി വരുമ്പോൾ ചിലപ്പം എന്താവുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ആഗ്രഹങ്ങൾ എല്ലാവരെയും ഒന്ന് കാണിച്ചു പോകണമെന്നൊരു ആഗ്രഹമുണ്ട്. അതേസമയം ആട് ഫ്രാഞ്ചൈസിയിലെ കഥാപാത്രങ്ങളുടെ സ്വന്തം സ്പിൻ ഓഫുകൾ പ്രതീക്ഷിക്കാമെന്നും ഫ്രൈഡേ ഫിലിംസിന്റെ ഹിറ്റ് സിനിമകളിലെ കഥാപാത്രങ്ങളുടെ ക്രോസ് ഓവറിന് സാധ്യതകളുണ്ടെന്നും സൂചന നൽകി പ്രൊഡ്യൂസർ വിജയ് ബാബു. ഏതൊരു പ്രൊഡക്ഷൻ ബാനറിനെ സംബന്ധിച്ചിടത്തോളം ഒരു യൂണിവേഴ്സ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അവരുടെ വൺ ഓഫ് ദ ഡ്രീമാണ്. അതേപോലെ ഇപ്പം ഫ്രൈഡേയിൽ നോക്കുകയാണെങ്കിൽ അങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സ് ഇൻക്ലൂഡിങ് ആടിലെ കഥാപാത്രങ്ങളും പടക്കള കഥാപാത്രങ്ങളും ഒക്കെ വെച്ചിട്ട് ഉണ്ടായിട്ടുണ്ടെന്നുള്ളൊരു സത്യമാണ്. ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു ക്രോസ് ഇപ്പം നമുക്ക് ഒരു ക്യാരക്ടറിനെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ ഡെഫിനറ്റ്ലി ആടിൻ്റെ സ്പിൻ ഓഫ്സ് പ്ലാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ അത് ഡെഫിനറ്റ്ലി ചിന്തിക്കുന്ന കാര്യമായിരിക്കും. ആട് 3യുടെ 1ാം ഭാഗത്തിന്റെ ബജറ്റും വിജയ് ബാബു പുറത്തുവിട്ടു. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഗ്രോസ് കളക്ഷൻ്റെ ഒരു 70-75% അതിൻ്റെ ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. സിനിമയ്ക്ക് പ്രേക്ഷകർ നൽകിയ വലിയ പിന്തുണയ്ക്ക് അണിയറ പ്രവർത്തകർ നന്ദി പറഞ്ഞു. ആടിനെ ഇത്രയും വലിയൊരു വിജയമാക്കി തന്ന എല്ലാ മലയാളികൾക്കും, അതിനെ സപ്പോർട്ട് ചെയ്ത ഓൺലൈൻ മീഡിയയ്ക്കും മെയിൻ സ്ട്രീം മീഡിയയ്ക്കും ഒരുപാട് ഹൃദയം നിറഞ്ഞ നന്ദി. റിലീസ് ചെയ്ത് ഒരാഴ്ചയാകും മുൻപ് ബോക്സ് ഓഫീസിൽ 90 കോടിയും കടന്ന് മുന്നേറുകയാണ് ആട് 3യുടെ 1ാം ഭാഗം. ന്യൂസ് മലയാളം, കൊച്ചി.